ഹായ് ഗൈസ്, പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് യു കെ അടിപൊളിയാണ്, സൂപ്പർ ജീവിതമാണ് അല്ലെ. എന്നെ സംബന്ധിച്ച് യു കെ അത്ര സംഭവം ആക്കാനൊന്നും ഇല്ലാന്ന് ഞാൻ പറയും. വർക്ക് അതന്നെ ഇവിടുത്തെ മെയിൻ സാധനം. ഇന്ന് നിങ്ങൾ കാണാൻ പോണത് ഞാൻ ഇവിടെ ചെയ്യണ ലക്ഷണം കെട്ട വർക്കിന്റെ വീഡിയോ. ഞാൻ ഒറ്റക്ക വർക്ക് ചെയ്യണത്. കേറി വന്നപ്പോ തന്നെ ഇതാ കാണുന്നത്. അവലെ പണി തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോ ഞാൻ ആരൊക്കെ വാപ്പാക്ക് വിളിച്ചു നിങ്ങൾ പോയി. ഇപ്പൊ നിങ്ങൾ കണ്ട സാധനം മുഴുവൻ ട്രോളി കയറ്റി പുറത്തു കൊണ്ടേ കളഞ്ഞു. അങ്ങനെ മനസ്സിലോടെ പണി തുടങ്ങി ഫസ്റ്റ് റൗണ്ട് പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് സംഭവം. നമ്മളെ ട്രോളി പോണ ഹൈവേയിൽ ചെറിയൊരു കട്ടറുണ്ടായിരുന്നു. ട്രോളി പുറത്തിറക്കിയപ്പോ അവിടെ ഒന്ന് കുടുങ്ങി. ഡോറാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡോർ കേട്ടന്നു 6500 പോണ്ട് ഈസി പൂച്ചി കമ്പനി. ഏതാ പറ്റിയതാണെങ്കിലും ഡോർ കേടത്തി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായിട്ടോ. കമ്പനി ഓൾവേസ് നമ്മളെ പറ്റിക്കാണ്. നമ്മളെ കൊണ്ട് ഇത്രക്കല്ലേ പറ്റുള്ളൂ. കെട്ടളസം കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടിയാണ് ഈ ഗുദാമ മൊത്തം ക്ലീൻ ആക്കി. 7 മണിക്കൂറാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള വർക്കിംഗ് ടൈം. അതിൽ 14 മണിക്കൂറിന്റെ പണി ഉണ്ടാവും. ഇനി കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഡാമേജ് കളക്ഷനും കണ്ടീഷനിങ് ആണ്. അത് കഴിഞ്ഞാൽ തലേന്നത്തെ പൂവാള് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കയറ്റുക. അതും കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്നേ കാര്യങ്ങൾ കരുതുന്നത്. എന്നാ പണി കഴിഞ്ഞിട്ട് ഇനി ഗുദാമിൽ കാണുന്ന മുഴുവൻ ഫ്ലവേഴ്സും സ്റ്റോക്ക് കൊണ്ട് ചെയ്യണം. ഞാൻ കാണുന്നതാണ് ആസാദ്. ഓൺ ഫ്ലോറിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ബൊക്കെ ഉണ്ടാക്കാനുള്ള പൂകൾ കളക്ട് ചെയ്ത് പോവാണ്. നമ്മൾ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ ഫ്ലോറിസ്റ്റുകളാണ്. ഇവര് ഒരു സ്ഥലത്ത് നിന്ന് പൂർത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടേക്കും. ഇതേപോലെ നിന്റെ അടി കൂടെ ഒന്നൊരു കലാപരിപാടിയാണ് ഇത്. ആ തൊപ്പിയുടെ പെണ്ണിന്റെ 40ാമത്തെ പിറന്നാൾ ആഘോഷമാണ്. അങ്ങനെ ഏകദേശം നമ്മളെ പണി കഴിഞ്ഞു. കറക്റ്റ് ടൈമിന് വന്നില്ലെങ്കിൽ ഓൺ ടൈമിന് ഞാൻ പണി നിർത്തും. കമ്പനി ரொம்ப പ്രമാദമായിട്ട് നമ്മളെ ഏമാത്തുണ്ട്. അപ്പൊ ഈ കമ്പനിക്കും വേണ്ടി നമ്മൾ അത്രക്ക് ലോലാവേണ്ട ആവശ്യമുണ്ടോ? പണി ഞാൻ അടുത്തപ്പോൾ റെസ്റ്റോറന്റിൽ ഒരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. പണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വേറെ വരുന്നുണ്ട്. അപ്പൊ ശരി.